സി ഞാൻ ഒരു 1980s 90s ഞാനൊക്കെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കുന്ന കാലത്തെ വെച്ച് നോക്കുമ്പം ഏർലി 2000-ലൊക്കെ പോലും ഇപ്പം നമ്മൾ അത്രയൊന്നും ആരും ലിപ്സ്റ്റിക് ഇടാതെയോ ലിപ്സ്റ്റിക് ഒന്നും വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനൊക്കെ പോകുമ്പം ഒരു ഫൗണ്ടേഷൻ ഇട്ട് അത്രയൊക്കെ ഒരു കോസ്മെറ്റിക് യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു 30 ഇയേഴ്സ് ബാക്കൊക്കെ ഒരു മോശമായിട്ട്, അതൊക്കെ ഓൺലി ഫോർ ഈ സിനിമക്കാരൊക്കെ പോലെയുള്ള അതുപോലെ സ്റ്റാർ ആയിട്ടുള്ളവർക്ക് അവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്, അവർക്കത് ഇല്ലാതെ പറ്റില്ല, അവരുടെ ഒരു പ്രൊഫഷണൽ നീഡാണ്. അല്ലാതെ ആരും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പേഷ്യൻസിനോട് നമ്മൾ ഉപയോഗിക്കണം. അവർക്ക് കിഡ്നി, പല ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഓൾറെഡി കിഡ്നി ഇതിലായിരിക്കും, അല്ല ക്യാൻസർ പേഷ്യൻ്റ്, അവരോട് നമ്മൾ ഡൈയും ഇങ്ങനത്തെ കാര്യമൊക്കെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ എന്നാലും അവർ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഡൈ ഇട്ടിട്ട് വന്നിട്ടുണ്ടാകും. ഡോക്ടറെ എങ്ങനെ ഡൈ ഇടാതെ പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, വല്ല കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ല, ഹോസ്പിറ്റലിലേക്ക് വരാനാ. അതിന് ഡൈ ഇട്ടിട്ടാണ് വരുന്നത്. അതിന് മോശമായിട്ട് തോന്നുന്നു. പുറത്തിറങ്ങുന്നത് അത് നമ്മളുടെ ഒരു അഡിക്ഷനാണ്. അതുപോലെ ലേഡീസ് ഇപ്പം പണ്ടൊന്നും നമ്മളിവിടെ സ്ഥിരമായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടുന്നില്ല. അപ്പം ഇപ്പം ലിപ്സ്റ്റിക് ഇടാതെ ലേഡീസിന് പുറത്തിറങ്ങും. ലിപ്സ്റ്റിക് ഹെയർ ഡൈ പറയാനില്ല, ഹെയർ ഡൈ ചെയ്യാതെ 60 വയസ്സായാലും 70 വയസ്സാണെങ്കിലും 80 വയസ്സുള്ളവരും ഹെയർ ഡൈ ഇടാതിരിക്കുന്ന കാര്യം ഇപ്പം ചിന്തിക്കാൻ മേലാത്ത നിലയായി. അതുപോലെ ലിപ്സ്റ്റിക് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇമേജാണല്ലോ നമ്മളെക്കുറിച്ച് കാണുന്നത്. അല്ല അത് പിന്നെ ഇടാതെ ഇരുന്ന് കഴിയുമ്പോഴേക്ക് ഗ്രേ ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥത ആകും. അത് ശരിയാണ്. ആദ്യം നമ്മൾ ബ്ലാക്ക് ആയിട്ടിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിരുന്നു, പിന്നെ ബ്ലാക്കും ഗ്രേയും എല്ലാം കൂടെ വരുമ്പോൾ നമ്മളുടെ ആ ഇംപ്രഷൻ, നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനുള്ള വ്യത്യാസം വരുമ്പോൾ അത് വളരെ സ്ട്രോങ് അഡിക്ഷനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും അതിനൊന്നും മീഡിയയോ അങ്ങനെയുള്ളവരാരും അതിൽ വരില്ലല്ലോ. കാരണം എല്ലാവർക്കും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആൻറ്റി കോസ്മെറ്റിക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ഒന്നും നമ്മൾ ആരും പബ്ലിക് നിലയിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അവനവൻ അവെയർ ആകുക, അവനവൻ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഞാനീ പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കോസ്മെറ്റിക് ഹെയർ സ്ട്രൈറ്റനിങ് സാധനങ്ങൾ കുഴപ്പമുണ്ടാക്കുമോ? ഹെയർ ഡൈ പ്രോബ്ലം ഉണ്ടാക്കുമോ? നമുക്കിപ്പോൾ എല്ലാം ഫിംഗർ ടിപ്പിലുണ്ട്. ജസ്റ്റ് ഗൂഗിളോ ഏത് വേണേലും അടിച്ചു നോക്കിയാൽ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പം വെരിഫൈ, ഞാൻ പറയുന്ന കാര്യങ്ങളും ജസ്റ്റ് വെരിഫൈ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.